പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ജലമിറങ്ങി തുടങ്ങി. കനത്ത മഴയാണ് ഇന്നലെ രാത്രി ഇവിടെ പെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആതിര, കഴിഞ്ഞ പകലും രാത്രിയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് പത്തനംതിട്ട ജില്ലയ്ക്കാകെ വലിയ ആശ്വാസത്തിന് വക നൽകിയിട്ടുണ്ട്. പമ്പാ നദിയിലും മറ്റു നദികളിലുമെല്ലാം ജലനിരപ്പ് താഴ്ന്നതിനാൽ റാന്നി നഗരം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി മഴ കൂടുതൽ ശക്തമാകാതിരുന്നത് റാന്നിക്കും ആറന്മുളയ്ക്കും ആശ്വാസത്തിന് ഇട നൽകിയത്. റോഡുകളിൽ ഗതാഗതം പുനരാരംഭിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിലും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ജില്ലാ ഭരണകൂടവും പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, വനം വകുപ്പ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളും ചേർന്ന ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് ആളപായം ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 12-നും രാവിലെ 6 മണിക്കുമിടയിൽ ഉണ്ടായ അതിതീവ്രമായ മഴയാണ് തീർത്തും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയത്. ഇന്നലെ രാവിലെയോടെ തന്നെ മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. രാത്രിയും ശക്തമായ മഴ പെയ്യാതിരുന്നത് കൊണ്ട് തന്നെ റോഡുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് പുലർച്ചയോടെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട്. വിവിധ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലെ ഡാമുകളിലും ആശങ്കാജനകമായ സാഹചര്യം നിലവിലില്ല. ജില്ലയിലെ വലിയ ഡാമുകളിലൊന്നായ കക്കി ഡാമിൽ സംഭരണശേഷിയുടെ 41.29% വെള്ളം മാത്രമാണ് ഇന്നലെ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ ഡാമിന്റെ ഷട്ടറുകളൊന്നും തുറന്നിട്ടില്ല. മറ്റൊരു വലിയ ഡാമായ പമ്പ ഡാമിലും സംഭരണശേഷിയുടെ 29.15% വെള്ളം മാത്രമാണുള്ളത്. ഇന്നലെ രാത്രി പമ്പ ഡാമിന്റെ ഷട്ടറുകൾ ഒന്നും തുറന്നിട്ടില്ല. ഇവയെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഡാമായ മൂഴിയാർ ഡാമിൽ ഇന്നലെ രാത്രി 10 മണിക്ക് സംഭരണശേഷിയുടെ 83.87% വെള്ളമാണ് ഉണ്ടായിരുന്നത്. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് നിലവിലുണ്ട്. ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടർ 10 സെന്റിമീറ്റർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിറപുത്തരി ചടങ്ങുകൾക്കായി ഇന്ന് വൈകിട്ട് 5-ന് ശബരിമല നട തുറക്കും. എന്നാൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയായതിനാൽ ഭക്തർ നിറപുത്തരി കാലത്തെ ദർശനം പരമാവധി ഒഴിവാക്കി ചിങ്ങമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ദർശനത്തിന് എത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നാളെയാണ് നിറപുത്തരി ചടങ്ങുകൾ നടക്കുക. റാന്നിക്ക് ശേഷം വെള്ളം കയറിയ ആറന്മുളയിലും വെള്ളക്കെട്ടിന് ശമനമുണ്ട്. എന്നാൽ ചെങ്ങന്നൂർ പത്തനംതിട്ട റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാവുന്ന സാഹചര്യമില്ല. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുടെ ഭാഗത്ത് വെള്ളത്തിന് കുറവുണ്ടായിട്ടുണ്ടെങ്കിലും പടിഞ്ഞാറേ നട, സത്രക്കടവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് കുറഞ്ഞിട്ടില്ല. എന്നാൽ റാന്നിയുടെ വെള്ളക്കെട്ട് ഒഴിവായ സാഹചര്യത്തിൽ ഇനിയും മഴ ശക്തമാകാതിരുന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വെള്ളക്കെട്ട് ഒഴിവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വള്ളസദ്യകളും നിർത്തിവെച്ചിട്ടുണ്ട്. ആതിര. ദൂരദർശൻ പ്രതിനിധി സുനിലാണ് വിവരങ്ങൾ നൽകിയത്.